നമുക്കിന്ന് ഒരു ക്വെല്ലിംഗ് ഫ്രെയിം ആർട്ട് ചെയ്യാം. ഒരു പേപ്പർ എടുക്കുക. ഈ സ്ക്രീനിൽ കാണിച്ച രീതിയിൽ അതിനെ മെഷർമെന്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഫ്രെയിമിന് ചുറ്റും വരുന്ന ആ ഒരു ലൈൻസിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫോൾഡ് എല്ലാം ചെയ്ത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഫ്രെയിമിനകത്ത് ആ ഒരു സ്പേസിന്റെ അളവിൽ നമുക്കൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഐവറി ഷീറ്റിലേക്ക് നമുക്ക് വേണ്ടിയ പിക്ചർ എന്താണെന്ന് വെച്ചാൽ അത് വരച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കളർ പേപ്പേഴ്സും കൂടി വേണം. ഇനി നമുക്ക് ക്വെല്ലിംഗ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഫെവിക്കോൾ നമ്മൾ വരച്ച പേപ്പറിന്റെ മുകളിൽ നല്ലപോലെ ആക്കി കൊടുക്കുക. അത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ആർട്ടിനെയാണ് നമ്മൾ ക്വെല്ലിംഗ് ആർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ആ ഫ്രെയിമിനുള്ളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വെല്ലിംഗ് ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും എടുത്താൽ മതി. ഇന്നത്തെ ഷൗട്ട് ഔട്ട് ഇവർക്കൊക്കെയാണ്. എല്ലാവർക്കും ഒരു ഹായ്. നിങ്ങൾക്ക് ഇതുപോലെ ഷൗട്ട് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റീവായിട്ട് കമന്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആദ്യത്തെ 5 കമന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.